ഈ എമ്പുരാൻ എന്ന സിനിമ ആദ്യത്തെ ദിവസമാണ് കാണുന്നത്. ഫസ്റ്റ് ഷോ അല്ല, സെക്കൻഡ് ഷോ, അതായത് രണ്ടാമത്തെ ഷോ ആണ് കാണുന്നത്. അപ്പം രണ്ടാമത്തെ ഷോ കണ്ടിട്ട് ശരിക്കും സിനിമ കാണുമ്പോൾ നമുക്കറിയാം വളരെയധികം ഹൈപ്പ് ഉണ്ടായിരുന്നൊരു സിനിമയാണ്. അത് അണിയറ പ്രവർത്തകരായിട്ട് വെച്ചൊരു ഹൈപ്പൊന്നുമല്ല, ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായ ലൂസിഫർ എന്ന ഒന്നാം പാട്ടിൻ്റെ വൻ വിജയവും അതിനെ തുടർന്നുണ്ടായ വലിയൊരു ക്യാൻവാസിലേക്ക് വന്ന ഈ രണ്ടാമത്തെ പാട്ട് എമ്പുരാൻ എന്ന സിനിമ സ്വാഭാവികമായി ഉണ്ടായൊരു ഹൈപ്പാണ്. അപ്പോൾ അതിലൂടെ തന്നെ അത് തന്നെയല്ല, ഞാനൊരു ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് വളരെ പ്രതീക്ഷയിൽ വളരെ ആവേശത്തോടെ ആണ് ആ ഒരു സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങളെപ്പറ്റി ഒന്നും ഒരു ധാരണയുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നേയില്ല. എൻ്റെ മനസ്സിൽ അതൊരു മോഹൻലാൽ സിനിമയാണ്. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് വരുമ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷയോടെ ചെന്നിരുന്ന് കണ്ടു, ആവേശത്തോടെ കണ്ടു. സിനിമ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും ആ ഒരു ലൊക്കേഷൻസും എല്ലാം, ആ മോഹൻലാലിൻ്റെ രണ്ട് രീതിയിലുള്ള ഗെറ്റപ്പും കാര്യങ്ങളും, ആ കഥ പറച്ചിലിൻ്റെ നോർത്ത് ഇന്ത്യൻ, അതുപോലെ തന്നെ കേരള, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലാം ഉള്ള ഒരു സെറ്റപ്പിലുള്ള കഥയും മേക്കിങ്ങും എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആവേശത്തിൽ നമ്മളൊരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു. പക്ഷേ ആ റിലീസിൻ്റെ അന്ന് വൈകുന്നേരമായിട്ട് ആയപ്പോഴത്തേക്കാണ് സീനൊക്കെ മാറി, രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് ടേൺ ചെയ്തു പോയി. അപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ ശരിക്കും എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, കാരണം നമ്മൾ ഈ ഒരു സിനിമ ആ ഒരു ആംഗിളിൽ കണ്ടിരുന്നേ ഇല്ല. അതിനുശേഷം രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിച്ചു. സിനിമയിൽ നിന്ന് പല ഭാഗങ്ങളും കട്ട് ചെയ്യണം എന്നുള്ള, കട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരിത് വന്നു. 17 ഭാഗങ്ങളോളം 17 കട്ട് വരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തീർച്ചയായിട്ടും തോന്നി, അപ്പം നമ്മളൊരു മോഹൻലാൽ ഡൈഹാർഡ് ഫാൻ എന്നുള്ള രീതിയിലല്ല, ഈ വിവാദങ്ങളെയൊക്കെ ശരിക്കും വിവാദങ്ങളുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വിവാദങ്ങളിൽ കഴമ്പുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. ഈ സിനിമ രണ്ടാമതൊരു പുനർക്കാഴ്ച ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ രണ്ടാമതൊന്നുകൂടെ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ കണ്ടു. അപ്പോൾ ഈ വിവാദങ്ങളും സംഭവങ്ങളും എല്ലാം മനസ്സിലുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഈ സിനിമ കണ്ടത്. എന്താണ് ഈ സിനിമയിൽ കാണിക്കുന്നത്, എവിടെയാണ് സിനിമയുടെ കുഴപ്പം എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടെ തന്നെ കണ്ടു. ആദ്യത്തെ സീൻ തൊട്ട് ശ്രദ്ധിച്ചു. ശരിക്കും ആദ്യത്തെ സീനിൽ തന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഇപ്പോൾ കണ്ടു കാണും. ആദ്യത്തെ സീനിൽ തന്നെ ശരിക്കും ഗോത്രയിലെ ആ ഒരു ട്രെയിൻ കത്തുന്നതുമായ ആ ഒരു സീനിൽ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വിലയിരുത്തൽ ഞാൻ പറയുന്നത്, ഈ ഒരു സിനിമ ശരിക്കും മതേതരത്വത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം എന്ന സങ്കല്പത്തിന് നൽകുന്ന വലിയൊരു സംഭാവനയാണ് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തത് പറയുന്നത്, ഈ ഒരു സിനിമയുടെ ആദ്യത്തെ സീനിൽ, അല്ലെങ്കിൽ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ ഉള്ള ഒരു സീനിൽ കാണിക്കുന്നത് ഈ ട്രെയിൻ കത്തുന്ന സംഭവമാണ്. ഗോത്രയിലെ വിവാദമായ ട്രെയിൻ കത്തുന്ന സംഭവം. അപ്പോൾ ശരിക്കും ഈ ഒരു സിനിമയിൽ വളരെ ദയനീയമായിട്ട്, അല്ലെങ്കിൽ വളരെ ഭീകരമായിട്ട് തന്നെയാണ് ആ ഒരു കാഴ്ച അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലരൊക്കെ അവകാശപ്പെടുന്ന പോലെ ഒരു വൺ സൈഡഡ് ആയി പോയി എന്നുള്ളതിൻ്റെ ഒരു എതിർവാദമാണ് ഞാൻ പറയുന്നത്. അതായത് വളരെ ഭീകരമായിട്ട് തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെ അതിനകത്ത് ബന്ധു മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, സന്യാസിമാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഉൾപ്പെടെ ഒരു കുട്ടിയുടെ ദൈന്യത കാണിക്കുന്ന ആ ഒരു അവസരത്തിൽ, ആ ഒരു തീപിടുത്തത്തിൽ ഒരു കുട്ടിയുടെ ദൈന്യത കാണിക്കുന്ന അവസരത്തിലാണ് എമ്പുരാനെ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ വോയിസ് നമ്മളിലേക്ക് വരുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ശരിക്കും പൃഥ്വിരാജിൻ്റെ മകളാണ് ആ ഒരു ആ ഒരു വോക്കൽ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവിടെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ആ ഒരു ബ്രില്യൻസ് നമ്മൾ കാണേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എതിർവാദം ഉന്നയിക്കുന്നവർ ഇതിനകത്ത് ശരിക്കും ഹിന്ദുക്കളെ മോശമായി ചിത്രീകരിച്ചു, അല്ലെങ്കിൽ ഹിന്ദുക്കളെ താറടിച്ച് കാണിച്ചു, വൺ സൈഡഡ് ആയി പോയി എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു ബ്രില്യൻസ് സ്വന്തം മകളുടെ വോയിസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കുട്ടി ബന്ധു മരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചേരുന്ന സാഹചര്യത്തിൽ, ആ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു സീനിൽ സ്വന്തം മകളുടെ വോയിസ് കൊണ്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സംവിധായകൻ എന്താണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ വൺ സൈഡഡ് ആയി പോയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാണ് എന്നാണ് എൻ്റെ വാദം. രണ്ടാമത്, ഈ ഒരു സിനിമയിലേക്ക് വന്ന് സിനിമ തുടങ്ങി പുരോഗമിച്ച് മസൂദിൻ്റെ ഫാമിലിയും അതായത് സയ്യിദ് മസൂദിൻ്റെ അപ്പനും കുടുംബവും എല്ലാവരും അടങ്ങുന്ന ആ ഒരു വണ്ടി കലാപത്തിൽ, ആ കലാപത്തെ ഭയന്ന് അവർ ചെന്ന് അഭയം പ്രാപിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു ഹിന്ദു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ഷെൽട്ടറിലേക്ക്. അവിടേക്കാണ് ഇവർ അഭയം പ്രാപിച്ച് ചെല്ലുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ അഭയം പ്രാപിച്ച് ചെന്ന എങ്ങോട്ടാണ്? ഹിന്ദുക്കളുടെ അടുത്തേക്ക്. അതും ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഈ അഭയം പ്രാപിച്ച് ചെന്നവരോട് അഭയം കൊടുത്തതിന് ശേഷം ഈ ഹിന്ദു സ്ത്രീ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഈ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു മെസ്സേജാണ്. അതിൽ പറയുന്നവരിതാണ്, മസൂദിനോട്, അതായത് സയ്യിദ് മസൂദിൻ്റെ പിതാവിനോടാണ് പറയുന്നത്, നീ നിൻ്റെ മകനെ സയ്യിദിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ശരിക്കും അതിൻ്റെ ഹിന്ദി ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: നീ കണ്ടതൊന്നുമല്ല ശരിക്കും മതവും അല്ലെങ്കിൽ സംസ്കാരവും എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതല്ല. നിൻ്റെ മതവും എൻ്റെ മതവും ഒന്നും ഇതല്ല. ശരിക്കും ഇതെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. രാജ്നീതി എക് ധന്ദാ ഹെ ഹമാര ദേശ് മേ എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിസിനസ്സാണ് ഇന്ത്യയിൽ. ആ ഒരു ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ മതത്തെ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് ആപ്കോ സലാമത്ത് എന്ന് പറയുമ്പോൾ, മസൂദ് അള്ളാഹ് ആപ്കോ സലാമത്ത് എന്ന് ഈ സ്ത്രീയോട് പറയുമ്പോൾ, സ്ത്രീ തിരിച്ച് പറയുന്നത് രാം തുമാരാ രക്ഷകരെങ്കി എന്നാണ്. ഇതിൽ കൂടുതൽ എന്ത് സന്ദേശം, ഇതിൽ കൂടുതൽ മതേതരത്വത്തിന് എന്ത് സന്ദേശമാണ് ആ സിനിമ നൽകാനുള്ളതെന്ന് മണ്ടന്മാരായ ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അവിടെ ആ ഒരു സിനിമയുടെ മെസ്സേജ് അവിടെ കൺവേ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല.
പിന്നെ പറയുന്ന പൊള്ളയായ വാദങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പറയുന്നത് സയ്യിദ് മസൂദിൻ്റെ ആ ഒരു ക്യാരക്ടർ തീവ്രവാദി ക്യാമ്പിൽ പോയി തീവ്രവാദത്തിന് ട്രെയിനിങ് കിട്ടി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ അങ്ങ് കണ്ടേ. ഒന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും വ്യക്തമായിട്ടും മനസ്സിലാകാഞ്ഞിട്ടാണ്, ഭാഷ മനസ്സിലാക്കുന്നില്ല ഇവർ, വെറുതെ അങ്ങ് അടിക്കുകയാണ്. അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ടവരാണെങ്കിൽ ഭാഷ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു വാദം ഉന്നയിക്കത്തില്ല. ഇനി സയ്യിദ് മസൂദിൻ്റെ കാര്യത്തിലേക്ക് വരാം. സയ്യിദ് മസൂദിനെ നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ സൈഡിൽ, പാകിസ്ഥാനിലാണോന്ന് അറിയില്ല, കാശ്മീർ സൈഡിലേക്കാണ് കാണിക്കുന്നത്. അവിടുത്തെ ക്യാമ്പിൽ, ടെററിസ്റ്റ് ക്യാമ്പിലെത്തി ഇവരിലേക്ക് വിഷം കുത്തിവെച്ച്, വിദ്വേഷത്തിൻ്റെ വിഷം കുത്തിവെച്ച് ഇവരെ റിവഞ്ചിനായിട്ട് തയ്യാറാക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സീനിൽ പോലും സയ്യിദ് മസൂദിന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് ആ ഒരു സീനിൽ വ്യക്തമായി കാണിക്കുന്നത്. ഈ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെടാനും അല്ലെങ്കിൽ തീവ്രവാദമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു തീവ്രവാദിയാകാൻ സയ്യിദ് മസൂദിന് സാധിക്കുന്നില്ല എന്നാണ് ആ ഫേസ് എക്സ്പ്രഷൻസിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം പോകുന്ന ആ ഒരു ക്യാമ്പിൽ നിന്ന് അബ്രാം ഖുറേഷിയുടെ ക്യാരക്ടർ, മോഹൻലാലിൻ്റെ ക്യാരക്ടർ, ഈ ഒരു തീവ്രവാദി ക്യാമ്പിൽ നിന്ന് സയ്യിദ് മസൂദിനെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അബ്രാമിൻ്റെ ക്യാമ്പിലേക്ക്. അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് പറയുന്നത് തീവ്രവാദി ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പോകുകയാണ്? ശരിക്കും ഞാൻ പറഞ്ഞത് മതേതരത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ സിനിമയെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു അറ്റംപ്റ്റിന് തയ്യാറായ ആ ഒരു എഴുത്തുകാരൻ മുരളി ഗോപിക്കും അതിനെ ഇത്രയും വലിയൊരു സിനിമയാക്കി എടുത്ത പൃഥ്വിരാജിനും അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത മോഹൻലാലിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മലയാളികളും ഒരുപാട് നന്ദി പറയുകയാണ്. ഭാരതത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സംഭാവന. ഒരു കൊമേഴ്സ്യൽ പടമാണ്, കൊമേഴ്സ്യൽ മാസ് മസാല പടമാണ്. പക്ഷേ ആ ഒരു പടത്തിൽ ഇതിലും വലിയ മെസ്സേജ് എന്താണ് നമുക്ക് നൽകാനുള്ളത്? വലിയ ബ്രഹ്മാണ്ഡ സിനിമകളിൽ നിന്ന് നമ്മൾ ഇപ്പം അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമകളുടെ തുടക്കമൊക്കെ ആയിരുന്ന ബാഹുബലി, KGF, പുഷ്പ, RRR ഇങ്ങനെയുള്ള ഈ ബ്രഹ്മാണ്ഡ മസാല മാസ് സിനിമകളിൽ ഏത് സിനിമകളിലാണ് നിങ്ങൾക്ക് ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നത്? ഒരു സിനിമയിലും കാണാൻ സാധിക്കില്ല. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന ഈ മസാല കൊമേഴ്സ്യൽ പടത്തിലാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിന് ഈ 3 പ്രധാനപ്പെട്ട ആൾക്കാർ, മുരളി ഗോപി, പൃഥ്വിരാജ്, മോഹൻലാൽ, അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ഓരോരുത്തർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്ദി പറയണം. ഹാറ്റ്സ് ഓഫ് ടു ദം. അപ്പോൾ സിനിമയുടെ പുനർക്കാഴ്ചയിൽ എനിക്ക് മനസ്സിലായതില്ല, എല്ലാ കാര്യങ്ങളും അല്ല പറഞ്ഞു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിട്ട് പറഞ്ഞിരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ഹിന്ദുക്കളെ താറടിച്ച് കാണിച്ചു, ഗുജറാത്ത് കലാപത്തെ, ഗോധ്രയിലെ സംഭവങ്ങളെ വൺ സൈഡഡ് ആയി കാണിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്, തീർച്ചയായിട്ടും അബദ്ധമാണെന്നുള്ളൊരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മെസ്സേജ്. അങ്ങനെ ഉന്നയിക്കുന്നവർ ഒന്നില്ലെങ്കിൽ അവർ പടം കണ്ടിട്ടില്ല, രണ്ടാമത്തത് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഹിന്ദി ഇംഗ്ലീഷ് പാട്ട് മനസ്സിലായിട്ടില്ലെന്ന് വേണം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം ഓഫ് എമ്പുരാൻ.